ധന്യ ഇമ്പോർട്ട് എന്ന് വെച്ചാൽ എന്തോ? ഇറക്കുമതി. എക്സ്പോർട്ടോ? കയറ്റുമതി. ശരി, അപ്പോൾ എന്താണെന്ന് അറിയാം അല്ലേ? എൻട്രി പോർട്ട് എന്താ? എൻട്രി പോർട്ട് അതെനിക്കറിയില്ല. റീ എക്സ്പോർട്ട്? റീ എക്സ്പോർട്ട് എന്ന് വീണ്ടും ഇറക്കുമതി ചെയ്യുക, കയറ്റുമതി ചെയ്യുക. ഒരു കഥ പറഞ്ഞിട്ട് കാര്യം പറയാം. നമ്മൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് അമേരിക്ക എല്ലാവരെയും അങ്ങ് വിലക്കി, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയുടെ എണ്ണ കിട്ടി. എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇന്ത്യ കൊടുക്കാതെ തന്നെ കിട്ടി. അങ്ങനെയല്ല, ഇന്ത്യ റഷ്യയിൽ നിന്ന് പോയി ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. എന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ടത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കുന്നു. ഇപ്പം എന്ത് മനസ്സിലായി? ഇന്ത്യയാണ് അവർക്ക് എണ്ണ കൊടുക്കുന്നതെന്ന്. അങ്ങനെയല്ല, റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങുന്നതിനല്ലേ തടസ്സമുള്ളൂ? ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിന് തടസ്സമില്ലല്ലോ അല്ലേ? അമേരിക്കയിലോട്ട് ഇന്ത്യ കൊടുക്കുന്നതിനല്ലേ അമേരിക്കക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യത്ത് ഏൽപ്പിച്ച കുഴപ്പമില്ലല്ലോ. കൊടുപ്പിച്ച അതുവഴി അമേരിക്കക്ക് അപ്പോഴും ഇന്ത്യ കൊടുക്കുന്ന എണ്ണയാണ്. മനസ്സിലായി? ഇപ്പൊ ട്രിക്ക് പിടി കിട്ടിയ? ഇപ്പൊ മനസ്സിലായി. അതായത് ഇതിനെയാണ് നമ്മൾ എൻട്രി പോർട്ട് അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് എന്ന് പറയുക. നമുക്ക് റഷ്യൻ എണ്ണയുടെ കാര്യം തന്നെ പറയാം. അതായത് റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ധനം വാങ്ങുന്നതിന് വിലക്കുണ്ട്, അല്ലെങ്കിൽ അവർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇതേപോലെ ഇന്ധനം വാങ്ങാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. ആ ഇറക്കുമതി ചെയ്ത സാധനം നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്നു. മനസ്സിലായോ? ഒരിക്കൽ ഇറക്കുമതി ചെയ്ത സാധനം നമ്മൾ കയറ്റുമതി ചെയ്യും. ഇതെല്ലാ രാജ്യങ്ങൾക്കും ചെയ്യാവുന്ന നിയമപരമായിട്ടുള്ള ഒരു സാധ്യതയാണ് അല്ലേ? ഇപ്പൊ ഇന്ത്യയെക്കാൾ പരമദരിദ്രമായി കിടക്കുന്ന കുറെ രാഷ്ട്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായി പറയാൻ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ താരതമ്യേന സാമ്പത്തികമായ ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇവർക്കൊക്കെ അമേരിക്കയിലോട്ട് എന്തെങ്കിലും കയറ്റുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ പരിമിതമായ സാധനങ്ങളെ കാണുള്ളൂ അല്ലേ? ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും ഗുരുതര പ്രതിസന്ധി അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നിരിക്കുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലാണ്. അതുകൂടാതെ ടെക്സ്റ്റൈൽ, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന രണ്ട് മേഖലകൾ. ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്ന് പറയുമ്പോൾ കൊഞ്ചും ഉണ്ട്, ചെമ്മീനും ഉണ്ട്, ഷ്രിമ്പ്, അതേപോലെ തന്നെ നമ്മുടെ പ്രോൺസ്. അപ്പോൾ ഈ രണ്ട് സാധനവും സാധാരണഗതിയിൽ കയറ്റുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പീലിംഗ് ഷെഡുകളിൽ ഇത് കൊണ്ടുവന്നത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മീറ്റ് മാത്രമായിട്ട് കയറ്റി അയക്കുക. ഒന്നെങ്കിൽ അത് ബോക്സുകളിൽ ഫ്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാക്കുകളിലാക്കിയിട്ടോ കയറ്റി അയക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാധനം നേരത്തെ 10% അമേരിക്ക നികുതി ചുമത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഈ 50% നികുതി വന്നുകൊണ്ടിരുന്ന ചുമത്തപ്പെട്ട കൂട്ടത്തിൽ ഈ സാധനം വരികയാണ്. അങ്ങനെ ഇത് 60% നികുതി വരും. അതായത് അവിടെ 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ചെമ്മീൻ ഇനി തൊട്ട് 160 രൂപ മിനിമം ആകും. അപ്പോൾ അവിടെ ആളുകൾ ഇന്ത്യൻ ചെമ്മീൻ വാങ്ങുന്നതിന് പകരം ഇതേ സാധനം സപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങൾ കുറച്ചുകൂടി നികുതി കുറച്ച് കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വാങ്ങും. ഇന്ത്യൻ ചെമ്മീൻ കെട്ടിക്കിടക്കും, ഉറപ്പാണല്ലോ. അപ്പോൾ ഈ സാധനം ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ്. കാരണം ഈ സാധനം ഒരു പരിധിക്കപ്പുറം നമുക്ക് സൂക്ഷിക്കാനൊക്കില്ല. ചെമ്മീനൊക്കെയാണ് നമ്മൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. ചെമ്മീൻ, അതായത് അതിന്റെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും. നമ്മുടെ ബംഗാളിൽ മാത്രം കഴിഞ്ഞ വർഷം അവരേതാണ്ട് 5000-6000 കോടി രൂപയുടെ ചെമ്മീനാണ് കയറ്റുമതി ചെയ്തത്. ചെമ്മീനെ അതിൽ 70,000 ടണ്ണാണ് ബംഗാൾ ഒരു വർഷം കയറ്റുമതി ചെയ്യുന്നത്. അതിൽ 85% പോകുന്നത് അമേരിക്കയിലോട്ടാണ്. അതുമാത്രമല്ല, ഇതുവഴി അവർ 8,000 കോടി രൂപയാണ് ഒരു വർഷം വാങ്ങിക്കൊണ്ടിരുന്നത് അമേരിക്കയിൽ നിന്ന്. ഇനി 2018-2019 കാലയളവിൽ ബംഗാളിൽ നിന്ന് വരുന്ന ചെമ്മീൻ അമേരിക്ക ബാൻ ചെയ്തിരുന്നു. അതിന് കാരണം ഈ കടലിൽ നടത്തുന്ന ട്രോളിങ് അത് ഈ കടലാമകളെ ബാധിക്കുന്നു. അത്തരത്തിലുള്ള വലകൾ ഉപയോഗിച്ചാണ് ബംഗാളിൽ ചെമ്മീൻ പിടിക്കുന്നതെന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ബംഗാളിൽ നിന്നുള്ള ചെമ്മീൻ അവർ ബാൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം ബംഗാളിൽ അവിടെ നമ്മുടെ കേരളം പോലെ സമാനമായ നെൽകൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാടങ്ങളിലൊക്കെ കാര്യമായിട്ട് അങ്ങോട്ട് ചെമ്മീൻ കൃഷി ചെയ്തു. അങ്ങനെ വലിയ രീതിയിൽ അവിടെ ചെമ്മീൻ ഉൽപ്പാദനം കൂടി. അങ്ങനെ 2023 അവർ ഈ നമ്മുടെ ശുദ്ധജല ചെമ്മീൻ കൃഷി വ്യാപകമായി. അതിപ്പോൾ അവിടെ ലോക്കൽ മാർക്കറ്റിൽ കിലോ 500-600 രൂപ നിരക്കിൽ വിൽക്കുന്നുണ്ട്. പക്ഷേ
ഏറിയ പങ്കും പോകുന്നത് കയറ്റുമതി ചെയ്തിട്ടാണ്. ഇനി ഷ്രിമ്പിൻ്റെ കാര്യം, കൊഞ്ചിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന കൊഞ്ചിലെ ഏതാണ്ട് 70% ആന്ധ്രയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ കേരളത്തിലെ അവസ്ഥ. അപ്പോൾ കേരളത്തിൽ ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി വലിയ മോശമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ഇതും നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സംഗതിയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന സെക്ടർ എന്ന് പറയുന്നത് റെഡിമെയ്ഡുകളാണ്, ടെക്സ്റ്റൈൽ മേഖല. കഴിഞ്ഞ ദിവസം വരെ 12% നികുതി ഉണ്ടായിരുന്നത് ഇപ്പോൾ 50% വന്ന് 62% നികുതിയിലോട്ടത് പോകും. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് വജ്രം, സ്വർണം, ഇതിൻ്റെയൊക്കെ മേഖലയാണ്. കാര്യം ഇതൊക്കെ കുറേ തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയായതുകൊണ്ടാണ് തിരിച്ചടി അത്ര രൂക്ഷമാകും. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഈ സാധനങ്ങളൊന്നും ഇനി നേരിട്ട് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെയ്താൽ തന്നെയും ഭീമമായ നഷ്ടം സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ഭീമമായ വിലയായിരിക്കും അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇനി നേരിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടൊരു ധാരണ ഉണ്ടാകണം. ആ ധാരണ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നുണ്ട് ചില ചർച്ചകൾ. കാര്യം രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് ഏതാണ്ട് 15-നും 20% ഇടയിലുള്ള ഒരു നികുതി ഘടനയിൽ ഈ പ്രശ്നം ധാരണയാകും എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കാത്തിരിപ്പ് തുടരുക തന്നെയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയിലോട്ട് കയറ്റുമതി ഏറെക്കുറെ അസാധ്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു മാർഗമാണ് ഈ എൻട്രി പോർട്ട് അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ചെമ്മീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സംസ്കരിച്ച് ചെമ്മീൻ മീറ്റാക്കി വെച്ചേക്കുന്ന സാധനം, അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണ്, ശ്രീലങ്കയിലോട്ടോ ബംഗ്ലാദേശിലോട്ടോ കൈമാറുക, അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് ആഗ്രഹിക്കുന്നത് ഈ അമേരിക്കയിലോട്ട് കൊടുക്കുന്ന അത്ര ചിലപ്പോൾ വില കിട്ടിയെന്ന് വരില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു യൂണിറ്റ്, ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് നമ്മുടെ തന്നെ ഇന്ത്യൻ കമ്പനികൾ അവിടെയും തുടങ്ങുന്നതിന് തടസ്സം ഉണ്ടാകില്ല. അപ്പോൾ അവിടെ ഇത് പ്രോസസ്സ് ചെയ്ത് അവരുടെ ഒരു വാല്യൂ അഡീഷൻ വരുത്തുക. വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് മാത്രം കണക്കാക്കുക. ഈ ചെമ്മീൻ അങ്ങോട്ട് ചെല്ലുന്നു, അത് പ്രോസസ്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അച്ചാറുകൾ ആ പരുവത്തിലാക്കി മാറിയിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോസുകളുമായിട്ട് ചേർത്ത് വേറെ ഏതെങ്കിലും ഒരു ഐറ്റമാക്കി മാറ്റിയോ ഇതിനെ വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനം നടത്തുക. എന്നിട്ട് അത് ആ രാജ്യത്തിൻ്റെ ബ്രാൻഡായിട്ട് വേണമെങ്കിൽ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യാം. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാധനം കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെ ഒരിടത്തുനിന്ന് വാങ്ങുന്ന നമ്മൾ മറ്റൊരു രാജ്യത്ത് വിൽക്കുന്നതിനെയാണ് നമ്മൾ എൻട്രി പോർട്ട്, റീ എക്സ്പോർട്ട് എന്നൊക്കെ പറയുക. പക്ഷേ അമേരിക്ക ഈ കാര്യത്തിൽ ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്ത സാധനം പിന്നീട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് കർശന നിയന്ത്രണമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഈ ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികൾ ഇങ്ങോട്ട് വരുന്നു, അതാണല്ലോ നമുക്ക് ഭീഷണി. അവിടുന്ന് കുറച്ച് എന്താ പറയുക, ചെറുപയർ ഇങ്ങോട്ട് വരുന്നു എന്ന് കരുതുന്നു. നമ്മളിതിവിടെ തയ്യാറാക്കി മോദകമാക്കി അങ്ങോട്ട് കൊടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരിക്കൽ അയച്ച ചെറുപയറാണല്ലോ എന്ന് അമേരിക്ക കണ്ടെത്തിയാൽ പണി കിട്ടും. അതിനവിടെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സാധ്യത ഇന്ത്യൻ കയറ്റുമതിക്കാർ കാര്യമായി പ്രയോജനപ്പെടുത്തിയാൽ പെട്ടെന്ന് ഒരു പ്രതിസന്ധി പരിഹരിക്കാനാകില്ലെങ്കിലും ദീർഘകാലയളവിൽ ഈ പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് എൻട്രി പോർട്ട് അല്ലെങ്കിൽ റീ എക്സ്പോർട്ടിൻ്റെ സാധ്യത.